ഗുഡ് ഈവനിങ് ഡിയർ ഓൾ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായം. കളിക്കളം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പറയാം, കളിക്കളം കളങ്ങളിലൂടെയുള്ള മത്സരം. അതിനു വേണ്ടിയിട്ടാണ് കളിക്കളത്തിന് വേണ്ടി കാത്തിരിക്കുക. കളിക്കളം ഇൻ അസോസിയേഷൻ വിത്ത് ടൈം എക്സ്പ്രസ് കാർഗോ ആൻഡ് നിങ്ങൾക്ക് സമ്മാനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ ആൻഡ് ഉജാല എ ജ്യോതി ലബോറട്ടറീസ് ഉൽപ്പന്നം. ആൻഡ് നിങ്ങൾക്കറിയാം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നടക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതി, മറ്റൊന്ന് നടക്കുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി. ഓഗസ്റ്റ് 25-ാം തീയതി നടക്കുന്നത് അത്തം പത്തോണം എന്ന് പറയുന്ന പ്രോഗ്രാം. അത്തം പത്തോണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത്തം 10-ന് പൊന്നോണമാണ്. ആ പൊന്നോണം കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമായിട്ടുള്ള അവിട്ടം ദിനത്തിലാണ് എൻ്റെ പിറന്നാൾ. അതുകൊണ്ടാണ് എനിക്ക് ഈ അത്തം 10-ന് പൊന്നോണം എന്നുള്ളത് നല്ല രസമായിട്ട് എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പോൾ അത്തം പത്തോണം നടക്കുന്നത് മിയാമാൾ നെസ്റ്റോലാണ്. അത് ഷാർജയിലാണ്. ഷാർജ മിയാമാൾ നെസ്റ്റോൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഓണസദ്യ ഉണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. മലയാളി മങ്ക കോമ്പറ്റീഷൻ ഉണ്ട്, മലയാളി അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഓണസദ്യ ഇത് എങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ ഡീറ്റെയിൽസുകൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ അവർ പറയും ഓണസദ്യ ഉണ്ടോ ഇല്ലയോ, എങ്ങനെയാണ് അത് എടുക്കുന്നത്, കൂപ്പൺ എടുക്കുന്നത് എങ്ങനെയാണ്, അല്ലെ നമുക്ക് കിട്ടുമോ, കിട്ടാൻ സാധ്യതയുണ്ടോ, നമ്മൾ എത്ര മണിക്ക് വരണം, എത്ര മണിക്ക് പോകണം, എന്തൊക്കെ പരിപാടി, എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അത്തം പത്തോണം എന്നുള്ള പരിപാടിയുടെ സംഘാടകർ അല്ലെങ്കിൽ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്ന ആൾക്കാരെ വിളിക്കാനുള്ള നമ്പർ ഞാൻ ഇവിടെ താഴെ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇതാ ഇട്ടിരിക്കുന്നു. ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് പ്രോഗ്രാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്നുള്ള പ്രോഗ്രാം നടക്കുന്നുണ്ട്. അത് നരേഷ് അയ്യറാണ് ഇപ്രാവശ്യം വരുന്നുണ്ടാവുക. അപ്പം നരേഷ് അയ്യർ വരുന്ന ഈ പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതി ആയിരിക്കും. കഴിഞ്ഞ പ്രോഗ്രാമിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു. മിസ്റ്റർ നരേഷ് അയ്യർ വരുന്ന ഈ പ്രോഗ്രാം നടക്കുന്ന ഓഗസ്റ്റ് 31-ാം തീയതി 2024. ഇറ്റ്സ് എ പവേർഡ് ബൈ ഹിറ്റ്, നമ്മുടെ സ്വന്തം UBL HD ആണ്. അപ്പോൾ നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്നുള്ള പ്രോഗ്രാം ഓഗസ്റ്റ് 31-ാം തീയതിയാണ്. ഇത് എല്ലാ മാസവും നടക്കുന്നതാണ്. കഴിഞ്ഞ തവണ നടന്നിരുന്നത് അഫ്സലായിരുന്നു വന്നിരുന്നത്. ഇത്തവണ വരുന്നത് നരേഷ് അയ്യർ. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ സെലിബ്രിറ്റീസ് ആയിരിക്കും വരുന്നുണ്ട്, സെലിബ്രിറ്റി സിംഗേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. 5 പേരെ ആയിരിക്കും ഓരോ പ്രാവശ്യവും തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഇത്തവണത്തെ 5 പേരെ ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. പക്ഷേ അടുത്ത പ്രാവശ്യത്തേക്കുള്ള 5 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പാട്ട് പാടാനുള്ള കഴിവുണ്ടെങ്കിൽ 1 മിനിറ്റിൽ കുറയാത്ത 2 പാട്ടുകൾ, 2 ജോണറിലുള്ള 2 പാട്ടുകൾ പാടിക്കൊണ്ട് അയക്കുക. അതിൻ്റെ അകത്ത് യാതൊരു കാരണവശാലും എന്തെങ്കിലും ഒരു എഫക്റ്റോ അല്ലെങ്കിൽ ഒരു കരോക്കിയോ ഒന്നിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങളൊരു 2 പാട്ട് പാടിയിട്ട് സാധാരണ പോലെ ഇട്ടിട്ട് അതിലേക്ക് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ മറക്കണ്ട, കളിക്കളത്തിൽ വിളിക്കാൻ 04238349 എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത്. ഇന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ്, കളിക്കളത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നതിന് ശേഷം പിന്നെ ഉണ്ടാവുന്നത് ഏകദേശം ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള പരിപാടികളൊക്കെ ആയിട്ടായിരിക്കും ഞാൻ ഉണ്ടാവുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ കളിക്കളത്തിൽ ഇതുവരെ എനിക്ക് തന്ന സപ്പോർട്ട് ഓരോരുത്തരുടെ അടുത്തും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്താം. കാരണം കളിക്കളം എന്നുള്ളൊരു പ്രോഗ്രാം ജസ്റ്റ് നമ്മൾ 20 നമ്പറുകളായിട്ടാണ് കളിക്കളം സ്റ്റാർട്ട് ചെയ്തിരുന്നത്. 2021 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2021 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 20 കളങ്ങളുമായിട്ട് വന്ന സമയത്ത് 2 കൈ നീട്ടി സ്വീകരിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് എനിക്ക് ഫുൾ സപ്പോർട്ട് തന്നിരുന്നു. നിഷാദൊക്കെ പ്രത്യേകം ഓർമ്മിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കളിക്കളം എന്നുള്ളൊരു പ്രോഗ്രാം വരുന്നതും കളിക്കളത്തിലേക്ക് പിന്നീട് കളങ്ങൾ വരുന്നതും. കളങ്ങൾ ഓരോന്ന് ഓപ്പൺ ആക്കാൻ വേണ്ടി എൻ്റെ കൂടെ അന്ന് മുതലേ ഉണ്ടായിരുന്ന 2 ആൾക്കാർ, ഒന്ന് മിസ്റ്റർ നമ്മുടെ സ്വന്തം ടോണി, പിന്നെ ഒരുപാട് ടെക്നീഷ്യൻസ് ഇവിടെ വന്ന് പോയി അങ്ങനെ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഓർമ്മിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കളിക്കളത്തിൽ ഇതുവരെ ജയിക്കാത്ത ആളുകളൊക്കെ ജയിച്ചു പോകണമെന്നുള്ളതാണ്. പിന്നെ ഇപ്പം ഈ അവസാന കാലത്തോട്ട് ഇപ്പോൾ വീണ്ടും പുതിയ രീതിയിലേക്ക് മാറിപ്പോകാൻ പോകുന്ന സമയത്ത് വന്നിരിക്കുന്ന 2 ആളുകളാണ്. ഒന്ന് സച്ചുവേട്ടനും പിന്നെ ഒന്ന് റിജിലും. പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പാട്ട് പാടാൻ എനിക്ക് ആവശ്യമുള്ളപ്പോൾ, പാട്ടിൻ്റെ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുള്ളപ്പോൾ ചത്തുപോയാൽ മിണ്ടാണ്ടിരിക്കുന്ന നിരഞ്ജനും. കാരണം എല്ലാ സമയം അവനെല്ലാം പറയുമെങ്കിലും പാട്ടിൻ്റെ സമയമാകുമ്പോൾ മാത്രം അവൻ മിണ്ടില്ല. ഞാൻ ഇവിടുന്ന് പുഴുങ്ങട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുന്ന നമ്മുടെ സ്വന്തം നിരഞ്ജൻ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഇവിടുത്തെ ഒരു സ്ട്രക്ചർ. എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ ആ നാട്ടിലേക്ക് പോകുന്നു, ലീവിന് പോകുന്നു. ഈ ലീവിന് പോയിട്ട് വരുന്നതൊക്കെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും വിഷമമാണ്. കാരണം 2000 വർഷം, അതായത് 2000 ഏപ്രിൽ 14 ഞാൻ ആദ്യമായിട്ടൊരു TV ഷോ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അത് 2024 ഏപ്രിൽ 14 അത് 24 വർഷം പൂർത്തിയായി. 25-ാമത്തെ വർഷത്തിലേക്ക് കടക്കാണ്. അപ്പോൾ വിളിച്ചു തുടങ്ങിക്കോ. ഇന്നത്തെ ദിവസം ജയിക്കാൻ സാധ്യതയില്ല. ഇതുവരെ വിളിച്ചിട്ട് ഇതുവരെ ജയിച്ചിട്ടില്ല, കളിക്കളത്തിൽ ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ല എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ ആ ഒരാൾക്ക് ഒന്നും കൂടി തോൽക്കാനുള്ളൊരു അവസരം ഞാൻ തരാം.
എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ തീരുന്നതാണെങ്കിലും ഞാൻ ജയിക്കാൻ അനുവദിച്ചുകൊണ്ട് അങ്ങനെ ആരും വിടത്തില്ല. എന്തായാലും എനിക്ക് അതങ്ങനെ നിങ്ങൾ ജയിച്ചിട്ട് പോകണമെന്ന് പറയുന്നത് എനിക്ക് അത്ര സുഖകരമായിട്ടുള്ള സംഭവമല്ല. ഫസ്റ്റ് കോളറിലേക്ക് വാ. ഹലോ, നമസ്കാരം. ഹലോ ഹലോ, ആരാണ്? ബിന്ദു. ബിന്ദു ചേച്ചി ടി വിയിൽ ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ട്. കുറച്ച് ടി വിയിൽ ശ്രദ്ധിക്കാണ്ടിരിക്കാൻ പറ്റുമോ? റെഡി. അപ്പൊ ഏതാ അക്ഷരം എടുക്കുന്നേ? പി. ഈ താഴത്തും തുടങ്ങാണ്. പി എന്ന അക്ഷരം എടുക്കുന്നു. ബിന്ദു ചേച്ചി നേരത്തെ എപ്പോഴെങ്കിലും കളിക്കളത്തിൽ വിളിച്ചിട്ടുണ്ടോ? ജയിച്ചിട്ടുണ്ടോ? എന്താണ് കളിക്കളം? ജയിച്ചിട്ടുണ്ട്. എന്ത് പറയുന്നു കളിക്കളം? കളിക്കളം ഈ സീസൺ തീരാണ്. ഇന്നത്തെ എപ്പിസോഡില് ഈ സീസൺ തീരാണ്. ഇനി അടുത്ത സീസൺ നമ്മൾ ഓണത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതുവരെ കളിക്കളം എന്ത് തോന്നി? കളിക്കളം കൊള്ളാവോ? എപ്പിസോഡ് നല്ലതാണ്. താങ്ക് യു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്താന്ന് പറഞ്ഞാൽ തറുതല നമ്പർ. എന്താണ് തറുതല നമ്പർ? അതെ, തറുതല നമ്പർ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനും പാടില്ല. പക്ഷേ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല. നമ്മൾ തറുതല പറയാന്നൊക്കെ പറയില്ലേ, കാരണവന്മാരും എന്തൊക്കെ പറയും, അതാണ് സംഭവം. അതായത് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പാടില്ല. പക്ഷേ ഞാൻ ഇതിനിടയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നമ്പർ പറയാണ്, അതിന്റെ നെക്സ്റ്റ് നമ്പർ ഇംഗ്ലീഷാണ്, മലയാളത്തിൽ മലയാളമാണ്, ഇംഗ്ലീഷിലും പറയുകയും വേണം. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ചേട്ടൻ 7 മണിക്കാണോ ഡ്യൂട്ടിക്ക് പോണേ എന്ന് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ തിരിച്ചു പറയേണ്ടതിനകത്ത് 8 മണിക്ക് ഇവിടെ നല്ല മഴയായിരുന്നു, അതായത് 7 മണി പറയും 8 o'clock ഇവിടെ നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? ആ നമ്പർ അതിനകത്ത് പെടുവും വേണം കേട്ടോ. റെഡി അല്ലേ? റെഡി. ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷം വിളിച്ചാണെന്ന് തോന്നുന്നു. ബിന്ദു ചേച്ചി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അത് ആദ്യം പറ. ഞാൻ ഫുഡ് കഴിച്ചല്ലോ. എന്താ കഴിച്ചത് ഇന്ന്? ഇപ്പൊ പുറത്തേക്ക് പോയുള്ളൂ. എന്താ കേട്ടില്ല? ഇപ്പൊ പുറത്തേക്ക് പോയി. എന്താ? 2 പ്രാവശ്യം ഒരേ ഉത്തരം പറഞ്ഞിട്ട് ഔട്ടായി പോയി. ഞാൻ ആദ്യം ചോദിച്ചപ്പോ ഇപ്പൊ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്താന്ന് ചോദിച്ചപ്പോ ഇപ്പൊ പുറത്തേക്ക് പോയി തന്നെ പറഞ്ഞു. അപ്പൊ വേറെ എന്തെങ്കിലും ഉത്തരമായിരുന്നു പറയേണ്ടിയിരുന്നത്. അതുകൊണ്ട് അല്ല, ഞാൻ തോപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കല്ലേ, അതുകൊണ്ട് തോറ്റതാ. എന്തായാലും കുഴപ്പമില്ല. സന്തോഷം. ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ ബിന്ദു ചേച്ചി ഫസ്റ്റ് വന്നിട്ട് അവസാനത്തെ അക്ഷരം എടുത്തിട്ട് പോയി ബിന്ദു ചേച്ചി. ഇനി ബാക്കിയുള്ള അക്ഷരങ്ങൾ മൊത്തം 16 അക്ഷരങ്ങൾ. 16 അക്ഷരങ്ങളിൽ 15 അക്ഷരങ്ങൾ പിന്നെയും ബാക്കി കിടക്കുന്നു. 15 അക്ഷരങ്ങളും ഇന്ന് തീർക്കാൻ പറ്റിയാൽ വളരെ സന്തോഷം എന്ന രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പം എല്ലാവരും സ്കൂൾ വെക്കേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. ഞാനും വെള്ളിയാഴ്ച ഒരു ഷോർട്ട് വെക്കേഷൻ, ഒരു 20 days പോവുകയാണ്. അപ്പോൾ 20 days പോകുന്നത് കുറേ കാലത്തിന് ശേഷമാണ് എന്ന് വേണം പറയാം. കുറച്ച് 2-2.5 വർഷത്തിന് ശേഷം പോകുന്നതാണ്. അതിൻ്റെ ഒരു ഹാപ്പി ഉണ്ടെങ്കിലും നിങ്ങളില്ല, നിങ്ങളെ കാണാൻ ഇനി എനിക്ക് കുറച്ച് ദിവസം കഴിയുമല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഹലോ ഹലോ, ആരാ? മിഥുൻ. ഹായ് മിഥുൻ, എന്തുണ്ട് വിശേഷം? സുഖം. മിഥുൻ ഏതാ അക്ഷരം എടുക്കുക? എ. അപ്പൊ പിയും എയും തീരുകയാണ് സുഹൃത്തുക്കളെ. ഇതിപ്പോ വേറെ വഴിക്കാണ് ഗെയിം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതാ അക്ഷരം എ ആണ് എടുത്തിരിക്കുന്നത്. എ. അതെ, പിയും പോയി, ഇനി അടുത്തത് എയും പോവുകയാണ്. അപ്പൊ അത് 2 കോണിൽ നിന്നും കോൺ ടു കോൺ ഇങ്ങനെ പോവാണ്. നോക്കട്ടെ, എ ഓപ്പൺ ആക്കടാ. ഇതെന്താണ് സംഭവം? 10 more ആണേ. 10 more എന്ന് പറഞ്ഞാൽ 10 നമ്പർ കൂട്ടിയിട്ട് പറയണം. മലയാളമാണ് ഇംഗ്ലീഷാണ് മലയാളം കേട്ടോ. റെഡി. ടൈം സ്റ്റാർട്ട് നൗ. അങ്ങനെ ടൈം തുടങ്ങുന്നു മിഥുന് വേണ്ടിയിട്ട്. മിഥുൻ എവിടെയാ? നാട്ടിലെവിടെയാ? ഞാൻ കണ്ണൂർ. ഓക്കെ, റെഡി. അപ്പൊ 21 31. അപ്പൊ പിന്നെ കണ്ണൂർ എവിടെയാന്നാ പറഞ്ഞേ? പള്ളിക്കുന്നുകാരാ. 21 എന്ന് പറയുമ്പോ 31 എന്ന് പറയേണ്ടത് മറന്നുപോയി. അത് സാരമില്ല, എന്നാ വിട്ടോ. നാട്ടിൽ പോണ്ടോ? ഇല്ല, ഇല്ല. ഞാനിപ്പോ പള്ളിക്കുന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. പള്ളിക്കുന്ന് ബസ്സിലൊക്കെ പോയി. എന്തായാലും ഇപ്രാവശ്യം ഒന്ന് KSRTC ബസ്സിലൊക്കെ ഒന്ന് പോകണം. കുറച്ച് യാത്രകൾ കുട്ടികളെ കൊണ്ട് കുറച്ച് ബസ്സിലൊക്കെ പോകണം. പിന്നെ ഞാൻ പോയിരുന്ന നമ്മളെ പഴയ പുഴക്കരയിലൊക്കെ ഒന്ന് പോയിരിക്കണം പിള്ളേരെ കൊണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാനിങ് ഒക്കെ ഉണ്ട്. അടക്കവും ദൈവത്തിന് അറിയാലോ. പോയില്ലേ? ഓക്കെ, നീ പോയി ഔട്ടായി പോവാ. നമ്മുടെ മക്കളെ കൊണ്ട് വളപട്ടണം പുഴയുടെ തീരത്ത് ഒരു ചെറിയ ഇതുണ്ട്. നമുക്ക് അവിടെ പിന്നെ മാട്ടൂൽ പാലം ഉണ്ടല്ലോ. ആ മാട്ടൂൽ പാലം ഉണ്ടാകുന്നതിന് മുമ്പ് മടക്കര പാലം ഉണ്ടായിരുന്നു. അപ്പൊ മടക്കര പാലം ഡാം
അവിടെയൊക്കെ പോകണം. പിന്നെ ഇരിട്ടിയിലൊന്നും എൻ്റെ ചെറുപ്പത്തിലൊന്നും പോയ സ്ഥലങ്ങളല്ല. അപ്പം ഞാൻ ചെറുപ്പത്തിൽ പോയ സ്ഥലങ്ങൾ എൻ്റെ മക്കളെയും കൊണ്ട് പോകണം. അതേപോലെ വൈഫ് പറയാണ് ഞാൻ ചെറുപ്പത്തിൽ പോയ സ്ഥലത്ത് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്ക് മാത്രമുള്ളതല്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ ഒന്ന് വളവട്ടണം പുഴയുടെ തീരത്ത് പോയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പോയിട്ടാണ്. പിന്നെ ഇരുണാവ് ഡാം ഉണ്ട്, ഇരുണാവ് ഡാം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ ഡാമിൻ്റെ പരിസരത്തൊക്കെ പോയിട്ടൊന്നിരിക്കണം, പിള്ളേരെ കൊണ്ടുപോയിരിക്കണം. പിന്നെ മടക്കര പാലം വന്നു, ഇപ്പോൾ മടക്കരയും മാട്ടൂൽ പാലമൊക്കെ വന്നു, അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോകണം. മാട്ടൂൽ കടപ്പുറത്ത് പോകണം. മീൻകുന്ന് ബീച്ച് അവിടെ ഒന്ന് പോകണം. പിന്നെ പോയി കഴിഞ്ഞാൽ 16-ാം തീയതി 16-ാം തീയതി രാത്രി പോയാൽ 17-ാം തീയതി രാവിലെ ആദ്യം പോകുന്ന പരിപാടി പറശ്ശിനിയായിരിക്കും. ഫസ്റ്റ് അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം പറശ്ശിനിന്നാകും. ട്രാവൽ ലോഗ് പോലെ ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ട് എൻ്റെ പേജിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്നെ ഇതുവരെ ഫോളോ ചെയ്യാത്ത ആൾക്കാരൊന്ന് പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരുപാട് ആൾക്കാർ എനിക്കറിയാത്ത ആൾക്കാരെല്ലാം പോയി ടോണിയെ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളപ്പോൾ ടോണിയെ ഫോളോ ചെയ്യുമ്പോൾ അതിനകത്ത് നോക്കുക, ചില കമൻറ്റിൽ ഉണ്ടാവില്ല. അപ്പം അന്നേരം എന്നെ കിട്ടുക, അപ്പോൾ ഫോളോ ചെയ്തിട്ടേക്ക് എന്നെ. മനസ്സിലായോ? ടോണിക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്, അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ അവൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ അസൂയപ്പെടുന്നത് നമ്മളങ്ങനെ അസൂയപ്പെടില്ല. കാരണം നമുക്ക് ഓൾറെഡി ഇപ്പോൾ ടോണിക്ക് എന്നിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റുക എന്താ, ചില ആൾക്കാരുടെ അടുത്ത് ഞാൻ എപ്പോഴും പറയുന്ന, എൻ്റെ കഴിവ് ടോണിക്ക് മോഷ്ടിക്കാൻ പറ്റില്ല, ടോണിയുടെ കഴിവ് എനിക്ക് മോഷ്ടിക്കാൻ പറ്റില്ല. ഇപ്പോൾ സച്ചുവാട്ടൻ്റെ സ്കില്ല്, ആ സ്കില്ല് എനിക്ക് എടുക്കാൻ പറ്റില്ല ഒരിക്കലും. അത് സച്ചുവാട്ടിന് മാത്രം അവകാശപ്പെട്ടാണ്. സച്ചുവാട്ടൻ്റെ മണ്ടത്തരം അത് സച്ചുവാട്ടിന് മാത്രം അവകാശപ്പെട്ടാണ്. ഇപ്പോൾ നിരഞ്ജൻ്റെ ബുദ്ധിയില്ലായ്മ അത് നിരഞ്ജന് മാത്രം അവകാശപ്പെട്ട. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധി അത് വേറെ ആർക്ക് കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, ബാക്കി എന്തും കട്ടുകൊണ്ട് പോകാം. ഇപ്പോൾ ടോണിക്ക് ലുക്കില്ലല്ലോ, മനസ്സിലായി? അപ്പോൾ ടോണിക്ക് ലുക്കില്ല, അപ്പോൾ ടോണി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കണം. നമുക്ക് ലുക്കുണ്ട്, നമുക്ക് നമ്മളെ അല്ല. ഇനിയിപ്പോൾ ഇതൊന്നും പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അവിടുന്ന് കോൾ ഇങ്ങോട്ട് വരാൻ സമയമെടുക്കും, എനിക്കറിയാം. ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്, മനസ്സിലായല്ലേ? അപ്പം 0423834991 എന്നെ ഇട്ട് പുഴുക്കരുത്, നിങ്ങൾ എന്നെ ഇവിടെ ഇട്ട് പുഴുക്കരുത്. ഞാൻ പ്രത്യേകം നിങ്ങളുടെ അടുത്ത് പറയാണ്. 0423834991. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങനെ വിചാരിക്കേണ്ട ചൊവ്വാഴ്ച ഇപ്പോൾ കളിക്കളമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. എല്ലാ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയാണ് കളിക്കളം. പക്ഷേ ഇനി തിരിച്ച് നമ്മൾ സെപ്റ്റംബറിലായിരിക്കും കളിക്കളം തുടങ്ങുന്നുണ്ടാവും കേട്ടോ. സെപ്റ്റംബർ ഓണത്തോടനുബന്ധിച്ചിട്ട് നമുക്ക് ഒരു ഭയങ്കര സംഭവത്തോടുകൂടി അങ്ങ് തുടങ്ങാം. അതായത് ചെറിയൊരു ക്ലൂസ് തരാം. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ എന്തായാലും നിങ്ങൾക്ക് ചാക്യാരോട് കൂടിയിട്ട് നമുക്ക് കളിക്കളം തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചാക്യാരെ കാണാൻ പറ്റും. അത് ഏത് എപ്പിസോഡാണ് എന്നുള്ളത് നിരഞ്ജനും നമ്മുടെ ഇഷാദൊക്കെ ആയിട്ട് സംസാരിച്ച് ടോണിയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ചാക്യാർ കൂത്തിലൂടെ നമ്മൾ വീണ്ടും രണ്ടാം ഭാഗം സീസൺ 2 കളിക്കളം സീസൺ 2 നമ്മൾ തുടങ്ങുന്ന സമയത്ത് ചാക്യാറിലൂടെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് മാത്രം ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള ഇനി വഴിയെ ഓരോ ഇതായിട്ട് ഞാൻ വഴിയെ പിന്നീട് പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഓരോ എപ്പിസോഡിലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നുണ്ട്. ഒട്ടും മറക്കണ്ട, കാത്തിരുന്നോ. അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുക 0423834991. ഈ സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് എന്ന രീതിയിൽ വേണം വിളിക്കാനായിട്ട്. അപ്പോൾ എന്നാൽ മാത്രമാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇത്രയും കാലമായിട്ട് ഞാൻ ജയിച്ചിട്ടില്ല, ഇന്നെങ്കിലും ജയിക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കുക. ഇത്രയും കാലമായിട്ട് ഞാൻ ഒരുപാട് തവണ ജയിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് ആദ്യത്തെ കോൾ എനിക്ക് വന്നിരുന്നത് കളിക്കളത്തിൻ്റെ ഫസ്റ്റ് കോൾ അത് വന്നിരുന്നത് പെനീനേൻ്റെ ജാക്കിഷ് ആയിരുന്നു. ഫസ്റ്റ് കോളായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അന്ന് ആദ്യമായിട്ട് എനിക്ക് കോൾ വന്നത് ജാക്കിഷിനായിരുന്നു. ജാക്കിഷിൻ്റെ കോൾ ഇന്ന് വരുമോ എന്താണെന്ന് എനിക്കറിയില്ല. ജാക്കിഷ് നാട്ടിലാണോ ഇവിടെ ഉണ്ടോ എനിക്കറിയില്ല. ജാക്കിഷ് ആയിരുന്നു അന്ന് ആദ്യത്തെ കോൾ വിളിച്ചിരുന്നത്. ഹലോ, ഇത്രയോ കൊല്ലം മുമ്പായിട്ട് ഇപ്പോഴും എനിക്കത് ഓർമ്മയുണ്ട്. ഹലോ ഹലോ, ആരാണ്? തസ്വീൻ ഏതാ അക്ഷരം എടുക്കുന്നത്? അക്ഷരം ഏതാ? എല്ലാം ഉണ്ട്. ബി ഉണ്ട്, സി ഉണ്ട്. സി. ഓക്കെ, സി. ഓപ്ഷൻ സി. ആക്കാപ്പയാണേ തസ്ലീം. അതെ, ആക്കാപ്പയിൽ ഏതാ അക്ഷരം എടുക്കുന്നേ? ഏതാ വേണ്ടേ? ആക്കാപ്പയിൽ ഏതാ വേണ്ടെന്ന്? റെഡി, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി. തസ്ലീമിന് വേണ്ടി ആക്കാപ്പയിലെ പാ എന്ന അക്ഷരം തിരഞ്ഞെടുക്കുന്നത്. ടൈം സ്റ്റാർട്ട് നൗ. തസ്ലീം എവിടെ? നാട്ടിലെവിടെയാ? ഞാൻ തലശ്ശേരി. തലശ്ശേരി എവിടെ? തലശ്ശേരി തന്നെ. തലശ്ശേരി പ്രോപ്പർ തലശ്ശേരിയാണോ അതോ കുറച്ച് മുമ്പോട്ടോ പിന്നോട്ടോ പോണോ? ഇല്ല, തലശ്ശേരി തന്നെ. തലശ്ശേരിയിൽ എവിടെ? കറക്റ്റ് ബസ് സ്റ്റാൻഡിന്റെ അടുത്താണോ അതോ അപ്പുറത്താണോ?
അപ്പുറം. അപ്പുറം എന്നുള്ളതിൽ പാണ്ടേ. തസ്ലീം, ശരിയെന്നാ. ഓക്കെ. നമ്മള് ഈ കളിക്കളത്തില് ഒരു സമയത്ത് നമ്മൾ ജില്ല വെച്ചിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ ജില്ലക്ക് പോയിന്റ് കൊടുത്തിട്ട് ഇടയിൽ വെച്ചിട്ട് നമ്മൾ ഓരോ താരങ്ങളെ വെച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ ഒരുപാട് താരങ്ങളെ വെച്ചിട്ടൊരു ഗെയിം പോലെ ഓരോരാൾക്കും വിളിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള താരത്തിന് വേണ്ടി മത്സരിക്കാം. പിന്നെ വിളിക്കുന്ന ആൾക്കാർക്ക് ഏത് ജില്ലക്ക് മത്സരിക്കാം. ഇങ്ങനെ ഓരോ ടൈമിലും നമ്മൾ ഓരോ സംഭവങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് റെക്കോർഡുകൾ ഇട്ട ഒരു എപ്പിസോഡുകൾ ഈ കളിക്കളത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ഇട്ട എപ്പിസോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂറിൽ നമ്മൾ മാക്സിമം എടുക്കാൻ പറ്റുന്ന കോൾസ് എന്ന് പറയുന്നത് 20 കോൾസ് ആയിരുന്നു. പക്ഷെ നമ്മൾ അന്നത്തെ ദിവസം എനിക്ക് തോന്നുന്നു ഞാനും ടോണിയും മാത്രമായിരുന്നു സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും നമ്മൾ അന്ന് 38 കോള് അറ്റൻഡ് ചെയ്തിരുന്നു ഒറ്റ 1 മണിക്കൂറിൽ. എനിക്ക് തോന്നുന്നു ഒരു ടെലിവിഷൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അങ്ങനെ അത്രയും കോൾസ് എടുക്കുന്ന ഒരു ലൈവ് ഷോ ഉണ്ടായിട്ടുണ്ടാവും. ഒരൊറ്റ എപ്പിസോഡിൽ 1 മണിക്കൂറുള്ള ഒരു എപ്പിസോഡിൽ ലൈവ് ഷോയിൽ 38 കോള് ഒറ്റയടിക്ക് എടുത്തിട്ട് ചെയ്തിരിക്കുന്നത് ഞാനും ടോണിയും മാത്രം ഉണ്ടായ ഒരു എപ്പിസോഡായിരുന്നു. ഹലോ, നമസ്കാരം. ഇല്ല. ഹലോ, ആരാ? അറിയില്ലേ? എന്താ പേരെന്താ? വീണ. വീണ, സീന. സീന എത്രാം ക്ലാസ്സിൽ പഠിക്കുക? ആണോ? നമുക്ക് ഗെയിം വേറെ ആരോ ഇവിടെ ഉള്ളത്? വേറെ കൊണ്ടോ അവിടെ? മദർ. വേറെന്താ? എന്താണ്? ഷെറിൻ. അച്ഛനുണ്ടോ അവിടെ? ഫാദറിന്റെ പേരെന്താ? തസ്വീൻ. ഇപ്പൊ വിളിച്ച്. ഓക്കെ. അപ്പൊ അമ്മയുടെ കയ്യിൽ കൊടുത്തോ ഫോണ്? ഹലോ, എന്താ പേര്? ഷെറിൻ. ഏതാ അക്ഷരം എടുക്കുക? മോന് ചിലപ്പോ മോക്ക് ചിലപ്പോ മത്സരിക്കാൻ പറ്റുമോ സംശയം, കാരണം അങ്ങനത്തെ ഗെയിം ആയിരിക്കും. ഏതാ അക്ഷരം എടുക്കുക? എൽ. ടോണി അല്ലടാ. ഇപ്പൊ ഓപ്പൺ ആയി കഴിഞ്ഞാകുമ്പോ നോക്കാം. നമ്പർ ടു നമ്പർ 10 നമ്പർ കൂട്ടി പറയുന്നതാണേ. അതായത് ഇംഗ്ലീഷ് മലയാളം 10 പ്ലസ് ഇപ്പൊ 10-ന് 20 എന്ന് പറഞ്ഞാൽ മതി. 10-ന് 20 എന്ന് പറയുമ്പോ പിന്നെ പക്ഷെങ്കിൽ 10 എന്ന് പറയുമ്പോൾ 20 എന്ന് പറയണം, 20 എന്ന് പറയുമ്പോൾ 30 എന്ന് പറയണം, 30 എന്ന് പറയുമ്പോൾ 40 എന്ന് പറയണം. മലയാളത്തിൽ അങ്ങനെ? ഞാൻ മലയാളത്തിലാണ്, നിങ്ങൾ ഇംഗ്ലീഷിൽ. ഞാൻ ഇംഗ്ലീഷിലാണ്, നിങ്ങൾ മലയാളത്തില്. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. 1 11. 11 കറക്റ്റ്. 1-ന് 10 അല്ലേ വേണ്ടു? പോട്ടെ, സാരില്ല. 1 11 കുഴപ്പമില്ല. 11. 21. അങ്ങനെ വേണം പറയാൻ. 23. 33. 4. 14. 1. 11. 33. എത്ര? 33. 44. 45. 55. എന്താ? ടിവിയിൽ ശ്രദ്ധിക്കുന്നില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പൊ 22. എത്ര? 22. 33. 33 അല്ല, 32 ക്ലിയർ ആയിട്ടില്ലേ? 22 എന്നല്ലേ പറഞ്ഞു നീ? സാരല്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. അടുത്ത പ്രാവശ്യം ശരിയാക്കാന്ന് പറയുന്നില്ല, വന്നിട്ടാകുമ്പോ നോക്കാം. എന്തായാലും സന്തോഷം. അടുത്ത ആഴ്ച ശരിയാക്കാം. അടുത്ത ആഴ്ച വിളിക്കുമ്പം നമുക്ക് വീണ്ടും മത്സരിക്കാം എന്ന് പറയുന്നില്ല. ഇപ്രാവശ്യം അങ്ങനെ പറയുന്നില്ല. അടുത്ത ആഴ്ച വിളിക്കാൻ. അടുത്ത ആഴ്ച ഞാനിവിടെ ഷോയുമായിട്ട് വരുന്നുണ്ടാവില്ല. അടുത്ത ആഴ്ച ചിലപ്പോൾ കളിക്കളം വേറെ ആരെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയില്ല. ചെയ്യുന്നുണ്ടെങ്കിൽ തോപ്പിച്ചേക്കണം. ചിലപ്പോൾ നിരഞ്ജൻ വന്ന് നിൽക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നിരഞ്ജൻ വന്ന് നിന്നാൽ നിലം പരിശാക്കി വിട്ടേക്കണം. അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം കേട്ടോ. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.
പപ്പ ലീവ് കിട്ടിയോ? ഇല്ലടാ മോനെ. മനസ്സറിയാൻ എല്ലാം പറയണമെന്നില്ല. ടൈം എക്സ്പ്രസ് കാർഗോ, യുവർ പെർഫെക്റ്റ് കാർഗോ പാർട്ട്ണർ. A division of M Group. Call toll free 800-2746. The man who's going to lead the show today. പൊന്നാട എണീച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം, ഞാൻ ക്രിസ്ത്യൻ ജോസ്, തൈക്കുടം ബ്രിഡ്ജിലെ വോക്കലിസ്റ്റ് ആണ്. നിതം കൺസൾട്ടൻസി അവതരിപ്പിക്കുന്ന ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മ്യൂസിക്കൽ ഇവന്റ് സീരീസിന് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. The man who's going to lead the show today. പൊന്നാട എണീച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിപിൻ ലാൽ. ഞാൻ തൈക്കുടം ബ്രിഡ്ജിലെ സിംഗറാണ്. ഏതൊരു പാട്ടുകാരൻ്റെയും സ്വപ്നമാണ് നമ്മളുടെ ഇഷ്ടഗായകരുടെ കൂടെ വേദി പങ്കിടുക എന്നത്. അതിനൊരു അവസരം ഒരുക്കാൻ പോവുകയാണ് നിതം കൺസൾട്ടൻസി. ഗൾഫ് മേഖലയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വ്യത്യസ്തമായ ഈ പരിപാടി UAE-യിലെ സംഗീത പ്രേമികൾക്ക് ഒരുപാട് പ്രോത്സാഹനം നൽകുമെന്നതിൽ തർക്കമില്ല. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന ഈ സീരീസിന്, ഈ മ്യൂസിക്കൽ ഇവന്റ് സീരീസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കളിക്കളത്തിൻ്റെ ഈ നമ്പറിലേക്ക്, ഈ പിന്നിൽ കിടക്കുന്ന അക്ഷരങ്ങളിലാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ആ ഗെയിമായിരിക്കും കളിക്കുന്നുണ്ടാവുക. ഇന്നലത്തെ ദിവസം ഒരാൾ പോലും ജയിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ചയിലും എനിക്ക് ഒറ്റൊരാളാണ് ജയിച്ചത്. ഇന്നലെ എപ്പിസോഡിൽ ഒരാൾ ജയിച്ചിരുന്നോ? ഇല്ലല്ലോ, ഒരാളും ജയിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഇന്നലെ ഒരാൾ പോലും ജയിച്ചിട്ടില്ല. ഇന്നലത്തെ എപ്പിസോഡിൽ ഒരാൾ പോലും ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഇന്നലെ ഒരു ഗിഫ്റ്റ് പോലും നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകേണ്ട വന്നിട്ടില്ല. ഇന്നത്തെ ദിവസം ഇത്ര വരെയായിട്ടും ആരും ജയിച്ചിട്ടില്ല. ഇനി വേണം ജയിക്കാനായിട്ട്. ഇതുവരെ ആരും ജയിച്ചിട്ടില്ല. ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നിങ്ങളുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. 2 മിനിറ്റ് നേരം മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിവെച്ച് മാത്രം മാത്രമാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അത് ആ 2 മിനിറ്റ് നേരം നിങ്ങൾ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും വേറെ ഒരു രീതിയിലും നിങ്ങളെ മൈൻഡ് വേറെ ലെവലിലൊന്നും പോകാണ്ട് നിങ്ങൾ ഇവിടെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കാരണം നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി പല വഴികളും ഞാൻ പോയിക്കൊണ്ടിരിക്കും. നിങ്ങളെ തോൽക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. എടാ, ഈ നമ്പർ ഉണ്ട് ഇവിടെ താഴെ ഉണ്ടോ? ഓക്കെ, ഇന്നലെ എന്നെ ഒരാളെന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാൽ. നമ്പർ ഉണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഈ നമ്പർ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. 0423833491. ആൻഡ് നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടാവും ഓണം സെപ്റ്റംബർ 15-നാണ്. ഓണം 15-നാണ്. പക്ഷെ ഓണം നമ്മൾ പ്രവാസികൾ ഏകദേശം ഓണത്തിൻ്റെ അന്ന് തന്നെ നമുക്ക് ചിലപ്പോൾ പറ്റില്ല. കാരണം ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഡ്യൂട്ടി വെച്ചിട്ടാണ് അവരുടെ ഓണാഘോഷമൊക്കെ ചെയ്യുന്നത്. ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടുള്ള ഓണാഘോഷമൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്നത്. അങ്ങനെ ഓണം തുടങ്ങുന്നതിന് മുമ്പേ ഒരു ഓണം ഉണ്ടെങ്കിൽ അത് ഈ ഓഗസ്റ്റ് 25-ാം തീയതിയാണ് മിയാമാളിൽ വെച്ചിട്ടാണ് അത്തം പത്തോണം എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നത്. അത് ഓണത്തിനും ഒരു 2 ആഴ്ച മുമ്പേ ഒരു ഓണത്തിൻ്റെ പരിപാടി നമുക്ക് ഗൾഫിൽ, നാട്ടിലും കൂടിയല്ല ഗൾഫിൽ നടക്കുകയാണെന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ UAE പോലത്തെ ഒരു സ്ഥലത്ത് നടക്കുകയാണെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി ആ പ്രോഗ്രാമിന് എത്രത്തോളം
ആളുകളാണ് വരാൻ പോകുന്നത്. കാരണം നമുക്ക് എന്തായാലും ഓണത്തിൻ്റെ ദിവസം സ്റ്റാറ്റസ് ഇടണം. അത് ഇതിന് ഈ പ്രോഗ്രാമിന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതങ്ങ് തീരും. അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് 25 ഈ പ്രോഗ്രാമിന് പോകാൻ മറക്കണ്ട. മിയാമാളിലാണ്. മിയാമാൾ നെസ്റ്റോൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നുണ്ടാവുക. ആൻഡ് അടുത്ത പരിപാടി നടക്കുന്നത് ഓഗസ്റ്റ് 31 ഓഗസ്റ്റ് 31 നടക്കുന്നത് നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിൻ്റെ ചാനൽ പാർട്ട്ണറായിട്ടുള്ളത്, TV പാർട്ട്ണറായിട്ടുള്ളത് നമ്മൾ UBL TV ആണ്. അപ്പോൾ ആ പ്രോഗ്രാമിനും നിങ്ങൾക്ക് പോകാവുന്നതാണ്. ആ പ്രോഗ്രാമിന് പോകേണ്ട ടിക്കറ്റ് അതിലെ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 800-825-825 എന്നുള്ള നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 800-825-825 എന്ന് പറഞ്ഞാൽ 800 UBL എന്നുള്ള നമ്പറാണ്. 800-825-825 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അത്തം പത്തോണം എന്ന് പറയുന്ന ആ പ്രോഗ്രാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഈ ഷോയിലേക്ക് വിളിക്കേണ്ട നമ്പറല്ല, ഞാൻ വേറൊരു നമ്പർ കാണിച്ചു തരാം. റെഡ് കളറിൽ ഇവിടെ താഴെ എഴുതി വരുന്ന അത്തം പത്തോണം എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കാനുണ്ട്. 052-7978-182 എന്നുള്ള ആ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ അത്തം പത്തോണം എന്നുള്ള ആ പരിപാടിയുടെ മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവരുടെ നിന്ന് കിട്ടുന്നതായിരിക്കും. എനിക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ശിശേട്ടാ, പറയൂ. പിന്നെ എന്തുണ്ട് വിശേഷം? ഏതാ അക്ഷരം ഏതാണ്? ഓപ്ഷൻ ഡി. ഓക്കെ, റെഡി. ഓപ്ഷൻ ഡി, ടോണി. നാട് പേര് സിനിമാ വസ്തു. നാട് പേര് സിനിമാ വസ്തു. അതെ, അറിയാലോ അത്. അതറിയാം. നാട് പേര് സിനിമാ വസ്തു 4 എണ്ണം വെച്ചിട്ടാണേ. എത്ര? 4 ഓക്കെ. 4 അക്ഷരം തരും. നാട് പേര് സിനിമാ വസ്തു. ഓക്കെ, തരട്ടെ? റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് ലെറ്റർ ക്യൂ. കൊയിലാണ്ടി. ഓക്കെ. നാട് പേര് ഖുർഷിദ് ആലം ഖാൻ. ഓക്കെ, 2. ഓക്കെ, പേര്, നാട് പേര്, സിനിമ ക്യൂ എന്നുള്ള സിനിമ ഉണ്ടായിരുന്ന? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ പറ. ക്യൂ ഇല്ല. ഒരു വല്ലാത്ത അക്ഷരങ്ങൾ അതങ്ങനെ തരുള്ളൂ. അത് പിന്നെ പറയാനൊന്നും പറ്റില്ല, ഇത് പറഞ്ഞാലേ അടുത്ത് പറയുള്ളൂ. ക്യൂ സിനിമയല്ലേ? എന്താ ഇത്? ഖാന്നൊക്കെ വരുന്ന സിനിമ ഇല്ലേ? ഖാന്നൊക്കെ വരുന്ന സിനിമയൊക്കെ ക്യൂലല്ലേ എഴുതുക മലയാളത്തിൽ പറയുമ്പോ? ക്യൂ എന്നുള്ള തന്നെ പിടിക്കണ്ട. ഈ മറ്റേ ഖാന്നല്ലേ? ക്യൂൻ എലിസബത്ത്, അങ്ങനെയാണ് സിനിമേന്റെ പേര്. ഓക്കെ, അടുത്ത പറ. അടുത്തത് സ്ഥല. നാട് പേര് സിനിമ വസ്തു. കുന്തം. കെ ആണ് കുന്തം. സമയം പോയില്ലേ? ക്യൂ സ്ഥലം, എന്തെങ്കിലും സാധനത്തിന്റെ പേര് പറയാം. ക്യൂയുടെ സാധനമൊന്നുമില്ലേ? ക്യൂലൊരു സാധനം പറഞ്ഞു നിരഞ്ജ. ജീവനില്ലാത്ത എന്തിനും പറയാം. പറ്റില്ല. വല്ലാത്ത അക്ഷരം. നീ ഇങ്ങോട്ട് നാട്ടിലെ കാണട്ടെ. നാട്ടിൽ പോകുന്നുണ്ടോ? എപ്പോഴും? വെള്ളിയാഴ്ച. ഈ വെള്ളിയാഴ്ച? അടുത്ത വെള്ളിയാഴ്ച. അപ്പൊ കാണാം നാട്ടില്. ഞാൻ വിടോമ വരുന്നുണ്ട് ഇപ്രാവശ്യം പയ്യന്നൂര്. ഞാൻ തലശ്ശേരിയാ, പയ്യന്നൂരല്ല. ഈ പിന്നെ ഇതില്ലേ സാധനം എന്താന്നറിയോ? ക്വാഡ്സ് വാച്ച്. ക്വാഡ്സ് എന്ന് പറയില്ലേ നമ്മള്? ഒരക്ഷരം തരാൻ പറ്റില്ല എനിക്ക്. അതെ, കിട്ടിയില്ല. ഞാൻ അങ്ങനെയാ എന്തായാലും തോപ്പിക്കും. നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോയിക്കോ. നിങ്ങൾ ക്യൂവിലാണ്. നിങ്ങൾ ക്വിറ്റ് ചെയ്ത് പോയിക്കോ. ഇതെല്ലാം ക്യൂ ആണ്. ഒന്നും കിട്ടൂല. നിങ്ങളൊന്നും ജയിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പൊ നാട്ടിൽ വെച്ച് കാണാം എന്തായാലും.
ഓക്കെ ഓക്കെ ശരി, ടാറ്റ ബൈ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ശശീന്ദ്രേട്ടൻ കുറെ കാലങ്ങളായിട്ട് നമ്മള് എല്ലാ എപ്പിസോഡിലും ഒട്ടുമിക്ക എപ്പിസോഡുകളിലും വിളിച്ച ഒരാളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അങ്ങനെ പേരെടുത്ത് പറയേണ്ട ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഈ ഷോയിൽ ആദ്യം മുതൽ വിളിക്കുന്ന, ഇത്രയും കാലമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഒരാളാണ് ശശീന്ദ്രേട്ടൻ. പിന്നെ സ്ഥിരമായിട്ട് വിളിച്ചുകൊണ്ടിരുന്ന ഒരാൾ സുനിത തറമ്പിൽ, ബിനിത, പിന്നെ അങ്ങനെ പേരെടുത്ത് പറയുകയാണ് ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാൽ പോലും ഇടയ്ക്ക് സ്ഥിരമായിട്ട് എന്താണ് ഇപ്പോൾ വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ഷൈലാൻഡി അങ്ങനെ എൻ്റെ ഷോയിൽ വിളിച്ചിട്ടില്ല. നിങ്ങൾ 3-in-1 വീട്ടിൽ വെച്ചിട്ട് പറയുന്നതാ, അതില്ല കേട്ടോ. മുഹമ്മദ് ക മിക്കവാറും എന്താണ് നമ്മുടെ മുഹമ്മദ് ക മിക്കവാറും വിളിക്കുന്നതാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ സ്ഥിരമായിട്ട് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിക്കേണ്ടത് 04238349 എന്നുള്ള നമ്പറിലേക്കാണ്. ടോണി ഇങ്ങനെ പുതിയ ഷർട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. ഇന്നലെ നോക്കിയപ്പോൾ ഇന്നലെ ഒരു വെറൈറ്റി ഷർട്ട്, ഞാൻ ഇന്ന് പുതിയ ഷർട്ട് ഇട്ടിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ടോണിയൊക്കെ ഇപ്പം വന്നപ്പോൾ ഒരു പുതുമോടിക്ക് 2 ദിവസം ഇട്ടുണ്ടാവും. ഇന്നും വേറെ എവിടുന്നോ ലോട്ടറി എന്തോ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടം പോലെ പൈസ പൊട്ടിക്കണ്ട, എന്താ അറിയില്ല. നടക്കട്ടെ, അങ്ങനെ സന്തോഷകരമായിട്ടൊക്കെ പോട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത്, നമ്മൾ പ്രവാസികൾ പൊതുവെ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. നമ്മുടെ നമ്മൾ പണ്ട് പോയിരുന്ന പല സ്ഥലങ്ങളും ഇന്ന് അന്യാധീനപ്പെട്ടു. അതൊന്നും അങ്ങനെ ഉണ്ടാവില്ല. അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആ മാറ്റങ്ങൾ വന്ന ആ സ്ഥലത്ത് പോകണം. നമ്മൾ പഠിച്ച സ്കൂള്, നമ്മൾ പഠിപ്പിച്ച അധ്യാപകർ ആരെങ്കിലുമൊക്കെ അവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കാണാൻ പറ്റുമെങ്കിൽ പോയി കാണുക അധ്യാപകരെ. നമ്മൾ പണ്ട് കളിച്ച് വളർന്ന കുറേ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ വീട്ടിനടുത്തുള്ള വായനശാല, ഇപ്പോൾ ആരും പോകാറില്ല. വായനശാലയിൽ പോയിരുന്നിട്ട് കുറച്ച് അവിടെ പോയി ഇരിക്കാൻ പറ്റും, ഇരിക്കുക. ഈ പറയുന്ന പോലെ നമ്മൾ കളിക്കാൻ പോയ കുറേ സ്ഥലങ്ങളുണ്ട് നമ്മൾ ചെറുപ്പത്തിൽ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ. പിന്നെ നമ്മൾ കുളത്തിൽ, നമ്മളൊക്കെ ഒരു അമ്പലപ്പുറം ഒരു ഏരിയ ആണ്. എൻ്റെ വീടൊക്കെ എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പം നമ്മൾ കുളത്തിൽ കുളിക്കാൻ പോകും. അതൊക്കെ നമ്മളെ മക്കൾക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ നല്ല രസമാണ്. പിന്നെ നമ്മളെ കളിക്കൂട്ടുകാർ കുറേ ആൾക്കാരുണ്ടല്ലോ, എത്ര ആളുകളുണ്ട്, കളിക്കൂട്ടുകാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി കാണാൻ പോവാ. നമ്മുടെ കൂടെ പഠിച്ച കൂട്ടുകാർ എല്ലാവരും ഒന്നും നാട്ടിലുണ്ടാവില്ല, എല്ലാവരും പല വഴിക്കൊക്കെ ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഉള്ള ആളുകളൊക്കെ ഒന്ന് പോയി കാണുക. ഇതൊന്നും പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ഒരു സുഖം അല്ല, ഇതിൻ്റെ ഒരു സംഭവം നാട്ടിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ 20 വർഷമായിട്ട് ഗൾഫിലെത്തിയിട്ട് 19 വർഷം കഴിഞ്ഞു. ഈ 19 വർഷം കഴിഞ്ഞതിനിടയിൽ ഞാനൊരു ലോങ് 21 days ലീവിന് പോകുന്ന ആദ്യമായിട്ട് ഞാൻ പൊതുവെ 10 ദിവസം 5 ദിവസം അങ്ങനെ പോകുന്ന ഒരാളാണ്. അപ്പോൾ 20-21 ദിവസത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഞാൻ പോകുന്നത്. ഒരുപാട് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ പുഴ കാണാൻ പോകണം, പുഴയിൽ കുളിക്കണം, അല്ലെങ്കിൽ അവിടെ കുളത്തിൽ പോകണം, കുളത്തിൽ കുളിക്കലൊന്നും നടക്കില്ല. കാരണം കുളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 ദിവസം പനി പിടിച്ചെടുക്കും. പിന്നെ അത് നടക്കില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ അതൊക്കെ എങ്ങനെ നമ്മളെ എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടല്ലോ. ആ ഒരു വല്ലാത്ത ഫീലിലാണ് ഞാൻ, ആ ഒരു വല്ലാത്ത ഫീൽ ഗുഡിലാണ് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ ഇപ്പം തൽക്കാലം സമയമായിട്ടില്ല, സമയം ആകുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാവും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾ വിളിക്കുക. 04238349 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. വിളിച്ചിട്ട് നമുക്ക് കളിക്കളത്തിൽ ബാക്കിയുള്ള അക്ഷരങ്ങളൂടെ എടുക്കാം. എന്തായാലും ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇതുവരെ ജയിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ 3-4 എപ്പിസോഡുകളായിട്ട് പലർക്കും ജയിക്കാനേ പറ്റിയിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ ജയിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ടോണിയൊക്കെ ഇവിടുന്ന് കളിയാക്കി പറയുന്നുണ്ടായിരുന്നു, 3-in-1 പലരും തോക്കുന്നു, പക്ഷെ കളിക്കളത്തിൽ എല്ലാവരും ജയിക്കുന്നു എന്നൊക്കെ ടോണി അന്ന് പറഞ്ഞപ്പോൾ അന്ന് ശരിക്കും അന്നത്തെ ദിവസം തന്നെ എപ്പിസോഡ് ടൈറ്റായി. അന്ന് മുതലുള്ള ഇന്ന് വരെയുള്ള എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇല്ല, ഇന്നലെ ആരോ ജയിച്ചപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, തോറ്റപ്പോൾ 3-in-1 തോക്കുന്നുണ്ടെങ്കിലും അവർ കളിക്കളത്തിൽ ജയിച്ചോളും എന്ന് പറയുന്നുണ്ട്. ശശിയേട്ടൻ എങ്ങാണ്ട് 3-in-1 തോറ്റപ്പോൾ ഞാൻ പുഷ്പം പോലെ 3-in-1 കഴിഞ്ഞിട്ട് ഞാൻ കളിക്കളത്തിൽ വന്നപ്പോൾ കളിക്കളത്തിൽ നിന്ന് ഞാൻ തോപ്പിച്ചിട്ടു. ഹലോ, ആരാ? സുമംഗലി. ശശിയേട്ടന്റെ ഭാര്യ. യെസ്. അക്ഷരം പറഞ്ഞേ. അക്ഷരം
ഓക്കെ. എനിക്ക് നിങ്ങളുമായിട്ട് മത്സരിച്ചിട്ട് ഇതുവരെ തോപ്പിച്ചിട്ടില്ല. അതുകൊണ്ടൊരു ഇതുണ്ട്. പൊതുവെ പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ജയിപ്പിക്കുന്നത് നിങ്ങളാണ്. അവിടുന്ന് പറഞ്ഞു കൊടുത്തും സപ്പോർട്ട് ചെയ്തൊക്കെ. ഇപ്പൊ എന്നോട് പറ കഥ, എന്നോടൊരു സിനിമേന്റെ കഥ പറയണം, ഞാനത് കണ്ടുപിടിക്കരുത്. കഥ പറയാണ്ട്. സുമംഗലേച്ചിയുടെ വീട് എവിടെയാ? നിങ്ങളെ വീട് എവിടെയാ? പെർളശ്ശേരി. ആ, നിങ്ങൾ ഇങ്ങറ്റം മുതൽ അങ്ങറ്റം വരെയാണോ? ശശിയേട്ടൻ പിണറായിക്കാരനായിരുന്നല്ലോ. അല്ല, ഇപ്പൊ അല്ലല്ലോ, ഇപ്പൊ പയ്യന്നൂരല്ലേ? അല്ല, ഇപ്പൊ തലശ്ശേരി. തലശ്ശേരിയാണോ? ഓ, അത് ശരി. ആ, ഓക്കെ. ഞാനിപ്പം പോയി കഴിഞ്ഞാൽ ഇരിക്കൂറൊക്കെയാണ് ഉണ്ടാവുക. പെർളശ്ശേരി വരുന്നുണ്ട് എന്തായാലും. അവിടെ ആ കുളമൊക്കെ പുതുതായിട്ട് പണിതല്ലേ? അത് കൊറേയായില്ലേ? അതിനുശേഷം ഞാൻ പോയിട്ടില്ല നീ നാട്ടില്. അത് ശരി, അമ്പലത്തിൽ പോയിട്ടില്ല. ഇല്ല, അത് കൊറേ ആയി പോയിട്ട്. ഓക്കെ, കഥ പറ നോക്കട്ടെ. കഥ ഇതൊരു മിഡിൽ ക്ലാസ് സ്റ്റോറിയാണ്. ക്ലാസ് ഫാമിലി സ്റ്റോറി. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഇതിന്റെ അകത്ത് മെയിൻ. സർക്കാർ ഉദ്യോഗസ്ഥനാണ് മെയിൻ. അങ്ങേർക്ക് ഇങ്ങനെ സ്ഥലമാറ്റമൊക്കെ വരുമ്പോ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി വാടക വീട്ടിൽ താമസിക്കുന്നു. 2 പെൺകുട്ടികളും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ആൺകുട്ടികളില്ല? ഇല്ല, 2 പെൺമക്കള്. 2 പെൺമക്കള്. ഇപ്പൊ ഒരാള് കോളേജിൽ പഠിക്കുന്നു, ഒരാള് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ കുറച്ചുകൂടി പെൺകുട്ടികളായതുകൊണ്ട് കുറച്ച് സ്ട്രിക്റ്റ് ആണ് അച്ഛൻ. അങ്ങനെ ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന തൊട്ടടുത്ത് കോളേജിലെ ഹോസ്റ്റലിലെ കുട്ടികൾ താമസിക്കുന്ന ആൺകുട്ടികള്. അങ്ങനെ അവരുമായിട്ടെല്ലാം ചെറിയൊരു കസവിസയൊക്കെ ഉണ്ടാവും. പിന്നെ സ്വന്തമായിട്ട് വീട് വെക്കാൻ പോകുന്നു. വീട്ടിന്റെ പ്ലാൻ അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് വീട് വെക്കണം എന്നുള്ള ഐഡിയയിൽ നിൽക്കുമ്പോഴാണ് കക്ഷിക്ക് ചെറിയൊരു അസുഖം വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു. അങ്ങനെ മുരളിയാണോ? അല്ലല്ല. അപ്പൊ അങ്ങനെ അച്ചുവേട്ടന്റെ വീടാണെന്ന് തോന്നുന്നുണ്ട്. മരിച്ചു പോകുന്നു. അച്ചുവേട്ടന്റെ വീടാണെന്ന് തോന്നുന്നു. ആണോ? അപ്പൊ എന്നാ അച്ചുവേട്ടന്റെ വീടാണോ? നെടുമുടിയുടെ അതല്ലേ ഞാൻ ചോദിച്ചോണ്ടിരിക്കുക. അച്ചുവേട്ടന്റെ വീടാണോ? മുരളി ഉണ്ടോ? അല്ല, അതെല്ലാം അല്ല, മുരളീന്റെ അച്ഛൻ കുമ്പത്ത് അമ്മ വരുമ്പത്ത് അത് ഏകദേശം ഇതേപോലെയൊക്കെ തന്നെയാണ്. പെൻഷൻ വാങ്ങാൻ പോകുന്നു, പെൻഷൻ വാങ്ങിയിട്ട് വരുന്നു, പുള്ളിക്ക് സുഖമില്ലാണ്ടാവുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുരളിയാണോ ചോദിച്ചത്. എന്തായാലും സന്തോഷം. എനിക്ക് അങ്ങനത്തെ ഒരുപാട് സിനിമകൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ നെടുമുടി വേണു, മുരളിയൊക്കെ അഭിനയിച്ച ഒരുപാട് സിനിമകൾ 2-3 പ്രാവശ്യമൊക്കെ കാണും. സ്ഥലം പേര് വസ്തുവില് അച്ചുവേട്ടന്റെ വീട് പറഞ്ഞപ്പോ അച്ചുവേട്ടൻ പറയാൻ പറ്റില്ലല്ലോ, ക്യൂ അല്ലേ? പറഞ്ഞപ്പോ അച്ചുവേട്ടന്റെ വീട് പറഞ്ഞപ്പോ അതേത് സിനിമ എന്ന് അങ്ങനെ ഒരു. അങ്ങനെ. അത് അച്ചുവിന്റെ വീടും അച്ചുവേട്ടന്റെ വീടും ഒക്കെ അറിയാം. അടുത്താളേക്കോട്ടെ. ഈശ്വര. ഹലോ. ആരാ? തസ്വീൻ തന്നെ. തസ്വീൻ നേരത്തെ വിളിച്ചു. എന്നിട്ട് എന്നാ പിന്നെ വൈഫും മത്സരിച്ചോ? അയ്യോ, അത് നിങ്ങൾ പിന്നെ ആരും വിളിക്കുന്ന കാണുന്നില്ല. ഇല്ല, ഇന്ന് എല്ലാരും പുറത്തല്ലേ, ബിസിയല്ലേ. വേറെ കോൾ ഉണ്ട്, നമുക്കെന്നാ അടുത്ത പ്രാവശ്യം സംസാരിക്കാം. അടുത്ത ആളിലേക്ക് പോവാം. നമുക്ക് ഒരു ദിവസം ഒരാൾ ഒരു പ്രാവശ്യം മത്സരത്തിൽ പങ്കെടുപ്പിക്കാം. ഹലോ, ആരാ? അനശ്വരയാണ്. ഹായ് അനശ്വര. നമുക്ക് ഇനി അക്ഷരങ്ങൾ ബാക്കിയുള്ള ബി ഉണ്ട്, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എച്ച് ഉണ്ട്, ഐ ഉണ്ട്, ജെ ഉണ്ട്, MNO. ഇതില് ഐ. യെസ്. എന്താ അനശ്വര എവിടെയാ? നാട്ടില് തൃശ്ശൂര്. തൃശ്ശൂർ എവിടെ? തൃശ്ശൂര് കുറുക്കഞ്ചേരിയില്. കുറുക്കഞ്ചേരി അല്ലേ? യെസ്. ഇംഗ്ലീഷ് മീഡിയം. ഇംഗ്ലീഷ് മീഡിയം സിമ്പിൾ ആണ്. ഞാൻ പറയുന്ന സ്റ്റാറിന്റെ ഇംഗ്ലീഷ് പേര്. സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനിപ്പോ പറയുമ്പോ ഒന്നിക്കൽ 2 നടന്മാരെ ഒരുമിച്ച് പറയും, അല്ല ഒറ്റ നടനെ പറയും. അവർ രണ്ടുപേരും അഭിനയിച്ച, അല്ല അവർ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിച്ച ഇംഗ്ലീഷ് പേര്, അല്ല ഏതെങ്കിലും ഒരു നടന്റെ ഇംഗ്ലീഷ് പേര് വരുന്ന സിനിമ പേര്. സ്റ്റാർട്ട് ചെയ്യാം. മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ മോഹൻലാൽ എന്ന് പറയുമ്പോ 2020 അങ്ങനെ. മലയാള സിനിമ ഇംഗ്ലീഷ് പേരില്ലേ? ഇപ്പൊ നമ്മള് ദിലീപ് ഡോൺ എന്ന് പറയുന്ന പോലെ, ദ കിങ് ലെയർ എന്നൊക്കെ പറയുന്നില്ലേ ദിലീപ്,
ഓക്കെ, ഞാൻ തരട്ടെ. തന്നോളൂ. യെസ്, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഇത് 10 സിനിമ വരണം. 8 എണ്ണം വരെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കും. തിലകൻ. ഇതൊന്നും എന്റെ കയ്യിൽ വെക്കുന്നതല്ല കേട്ടോ. തിലകൻ അഭിനയിച്ച തിലകൻ ഉണ്ടായാൽ മതി ആ സിനിമയില്. ഒരു സിനിമ പോലും എനിക്കും കിട്ടുന്നില്ല. ആ ഓക്കെ, റെഡി. സ്പിരിറ്റിൽ തിലകൻ എവിടെയാ? ആ ഓക്കെ. ആ പറയടാ അങ്ങോട്ട് എന്ന് പറയുന്നത് മറ്റേ അടിച്ചിട്ട്. ആ സ്പിരിറ്റ് ഓക്കെ. സ്പിരിറ്റില് എന്റെ മനസ്സിൽ മുഴുവൻ മധുവായിരുന്നു. ആ മോഹൻലാൽ പോയി സംസാരിക്കുന്നതൊക്കെ മധുവിന്റെ അടുത്താണല്ലോ എന്ന് വിചാരിച്ചിട്ട് തിലകൻ എവിടെയെന്ന് പറഞ്ഞു. അപ്പോഴ ഓർമ്മ വന്നേ മറ്റേ നന്ദുവിന്റെ അത് മറ്റേ ഇതായിട്ട്, നന്ദുവിന്റെ സാറായിട്ട്. ആ അടുത്ത പറ. തിലകൻ തന്നെ, കംപ്ലീറ്റ് തിലകൻ. ആ പറ. അയ്യോ, നെക്സ്റ്റ് ഗോഡ് ഫാദർ ഓക്കെ, അടിപൊളി. നെക്സ്റ്റ് പിന്നെ വിശന്ന് വലഞ്ഞേറി വന്ന എനിക്ക് ഒരു നേരത്തെ ആഹാരം തരാൻ കാണിച്ച ആ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണോ എനിക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും 3 പറയിപ്പിച്ച്. വെണ്ടർ ഡാനിയൽ. ഓക്കെ, സമയം കഴിഞ്ഞു. വെണ്ടർ ഡാനിയൽ ഉണ്ട്, ബ്ലാക്ക് കാറ്റ് ഉണ്ട്, പിന്നെ വൺ വേ ടിക്കറ്റ്. ഞാൻ വിചാരിച്ചു ഓരോ നടന്മാരുടെ അല്ല 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 അല്ല, ഒറ്റ നടനെ തന്നെ. പക്ഷെ അതുകൊണ്ടൊന്നല്ല തോറ്റത്, കിട്ടായിട്ട് തന്നെ. അത് ഞാനും ഇതിങ്ങനെ തന്നെയായിരുന്നു. സ്കൂളിൽ നിന്ന് നമുക്ക് ചോദ്യം നമ്മൾ ചോദിക്കാൻ വീട്ടിൽ നിന്ന് അമ്മ പറയും ഇതെന്താ മാർക്ക് പറഞ്ഞു പറയും, ഞാൻ പഠിച്ച ഒന്നും വന്നിട്ടില്ല എന്ന് പറയും. ഹലോ ഹലോ, ആരാ? ആസിഫ്. അതെ അതെ, യെസ് ആസിഫ്. അക്ഷരം പറയാ ആസിഫ്. കഴിഞ്ഞില്ലേ? ബി ഉണ്ട്. എന്നാ ബി. ആസിഫിന് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാ ബി, അത്രേ ഉള്ളൂ. സിമ്പിൾ. അത് തുറക്കാൻ വേണ്ടി മധുരം മലയാളത്തിൽ സംസാരിക്കാം. ആസിഫ് റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ആസിഫ് എന്താ ചെയ്യുന്ന? ആസിഫേ, ഞാന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എന്തായിട്ടാ വർക്ക് ചെയ്യുന്നത് ആസിഫ്? കണക്കപ്പിള്ളയായിട്ട് വർക്ക് ചെയ്യണം. ഏത് കമ്പനിയിലാ? ഒരു വിദേശ സ്ഥാപനമാണ്. അല്ല, എന്തിന്റെ കമ്പനിയാ? എന്താ വർക്ക്? എന്താണ്? വാഹനങ്ങളുടെ എന്ത് കമ്പനിയാ? എന്താ കമ്പനി? എന്താണ്? സാധന സാമഗ്രികൾ വിൽക്കുന്ന കമ്പനിയാ? വ്യാപാരം ചെയ്യുന്ന. എങ്ങനെ വിൽക്കുന്ന കമ്പനിയാ? അതെ, ആ സ്ഥാപനം. അതായത് നിങ്ങള് ഹോൾസെയിലർ റീറ്റെയിലാ? എങ്ങനെയാ നിങ്ങള് ഇത് ചെയ്യുന്നത്? നമ്മള് രണ്ടും ഉണ്ട്. അതെയാ. എവിടെയാ പഠിച്ചൊക്കെ? എവിടെയാ? നാട്ടിലെ ഏത് സ്കൂളിലാ പഠിച്ചേ? മയ്യഴി. ആ സിനിമ അറിയോ? മയ്യഴി. ആ പാട്ട് ഏതാണ്? അത് സിനിമയിലെ ഒരു സിനിമയില്ലേ അത്? മയ്യഴി. അത് മയ്യഴി കണ്ണിലെ ഉദ്യാനപാലകൻ ഒന്നല്ല, ഒലക്ക. അത് വേറെ. അത് മയ്യഴിപ്പുഴയൊഴുകി തൃക്കാൽ ചിലമ്പു കിലുങ്ങി. അത് വേറെ. ഇത് സിനിമ കാണല്ലേ? ഏത് സിനിമ ലാസ്റ്റ് കണ്ടേ? നടന്ന സംഭവം കണ്ട? ഉള്ളൊഴുക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ നടന്ന സംഭവം വരെ എത്തിയില്ലേ? നടന്ന സംഭവം കണ്ട സിനിമ? സിനിമ തിയേറ്ററിൽ പോയി കാണല്ലേ? പിന്നെ ഏത് സിനിമ? ഉള്ളൊഴുക്കാണോ തിയേറ്ററിൽ പോയി കണ്ട സിനിമ? അത് കള്ളം. ഇത് തിയേറ്ററിൽ പോയി കണ്ടെന്നല്ല, ഇവിടെ വീട്ടിൽ നിന്ന് കണ്ട? OTT വന്നേരം കണ്ട? ഫാമിലി ഇവിടെ ഉണ്ടോ? മക്കളൊക്കെ എവിടെയാ പഠിക്കുന്നത്? ഇവിടെ പഠിക്കാണോ നാട്ടിലാണോ? മക്കളൊന്നും ആയിട്ടില്ല. അപ്പൊ എവിടെയാ പഠിച്ച? എവിടെയാ നാട്ടിലെ? മയ്യഴിയിൽ ഏത് സ്കൂളിലാ? മയ്യ ഏത് സ്കൂളിലാ? വിദ്യാലയത്തിന്റെ പേര്. വൈഫില്ലേ അവിടെ? TV കാണുന്നുണ്ടാവും അല്ലേ?
ആ TV ഉള്ള റൂമിൽ നിന്ന് അടുത്ത റൂമിൽ പോ. അടുത്ത മുറി പോയി യെസ് ആസിഫ്, അങ്ങനെ ഈ കഴിഞ്ഞ കുറെ കാലത്തിന് ശേഷം ആദ്യമായിട്ട് ജയിക്കുന്ന ഒരാളായി ആസിഫ് മാറിയിരിക്കുകയാണ് കളിക്കളത്തില്. വളരെ നന്ദി, വളരെ നന്ദി. വളരെ താങ്ക് യു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ജയിച്ച ഒരാളായി മാറിയിരിക്കുന്നു ആസിഫ്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അങ്ങനെ ജയിച്ചവരുടെ എണ്ണത്തിൽ ഒരാളും കൂടി ആയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ഒരു മാസമായിട്ട് ആ ഒരു മാസത്തിനിടയിൽ ജയിച്ച ഒരാളാണ് ആസിഫ്. എന്തായാലും അതും മലയാളത്തിൽ മാത്രം സംസാരിക്കുക എന്നുള്ള ഒരു ടാസ്കുള്ള ഗെയിം എൻ്റെ കയ്യിൽ ബോളുള്ള ഒരു ഗെയിമാണ്. ആ ഗെയിമിലൂടെയാണ് ആസിഫ് ജയിച്ചു പോയത് എന്നുള്ളതാണ്. ഇപ്പോൾ ആ കാപ്പ അല്ലെങ്കിൽ മധുരം മലയാളമൊക്കെ എനിക്ക് മത്സരിച്ച് എനിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്ന ഗെയിംസാണ്. ആ ഗെയിംസിലാണ് ആസിഫിനെ പോലെ ഒരാൾ ജയിച്ചിരിക്കുന്നത്. അത് ഭയങ്കര നല്ല രീതിയിൽ മത്സരിച്ച് തന്നെ. കാരണം പുള്ളി അല്ല, ഇല്ല, ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാണ്ട് വളരെ നന്നായിട്ട് മത്സരിച്ചിട്ടാണ്. ചില ആൾക്കാർ വന്നിട്ട് നമുക്ക് ഈ മലയാളത്തിൽ സംസാരിക്കൽ ആക്കാപ്പയിലൊക്കെ വരുമ്പോൾ കൂടുതൽ ഈ അല്ല, ഇല്ല, ഉണ്ട്, ഇല്ല, ഉണ്ടോ, അതെയോ, നിങ്ങളെന്താ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ പോലെ, ഇപ്പൊ പറഞ്ഞ പോലെ, പിന്നെ പറഞ്ഞ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇത് സമയം കൊണ്ടുപോകും 2 മിനിറ്റ് നേരം. പക്ഷെ അങ്ങനെയൊന്നും അല്ലാണ്ട് ജയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കൃത്യമായി മലയാളം തന്നെ പറഞ്ഞിട്ട് ജയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടൊരു മാഷ് വിളിക്കാറുണ്ടായിരുന്നു. ആ മാഷ് ഇതേപോലെ എപ്പോഴും പുള്ളിക്കാരൻ ഓൾറെഡി മലയാളം തന്നെയാണ് പറയുന്നത്. പക്ഷെ മലയാളം അത് എന്നിട്ടും ആ ഷോയിലും അറിയാണ്ടും ഒരു വേറൊരു ലാംഗ്വേജ് വരാണ്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ ഇതിൻ്റെ നേരത്തെയുള്ള ഗെയിംസിനകത്ത് നമ്മൾ ആദ്യം കളിക്കളത്തിലുണ്ടായ സമയത്ത് എന്താണ് അതിനെന്തായിരുന്നു പേരിട്ട് എനിക്ക് ഓർമ്മയില്ല. എൻ്റെ മലയാളം എന്നുള്ളതിന് പകരം എന്തോ പേരുണ്ടായിരുന്നു. ആ സാധനം ഇട്ടിട്ട് അതിൽ വരുന്ന സമയത്ത് ഞാൻ മലയാളത്തിൽ മാത്രം സംസാരിക്കണമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ മലയാളം VJ എന്ന് പറയുന്ന ഒരു ഗെയിം വരും. അതേപോലെ ആക്കാപ്പ VJ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കാം, ഞാൻ പറയുന്ന സമയത്ത് ഞാൻ ഈ ആക്കാപ്പയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ആക്കാപ്പയിൽ ഏത് അക്ഷരം എടുക്കുന്ന ആ അക്ഷരം ഞാൻ പറയാണ്ടിരിക്കണം, ഞാൻ മലയാളത്തിൽ മാത്രം സംസാരിക്കണം. ഇങ്ങനൊരു ഗെയിമും കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ആദ്യ കാലങ്ങളിൽ. അപ്പോൾ അന്നേരത്ത് ആ സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് ശരിക്കും കഷ്ടപ്പെടുമായിരുന്നു. മലയാളത്തിൽ മാത്രം സംസാരിക്കണം, ജയിക്കണം, ഭയങ്കര ടാസ്ക് ആയിരുന്നു. അപ്പോൾ മാത്രമല്ല എന്നെ വേറെ ആരും സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. ഞാൻ ഒറ്റക്ക് നിന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നേരത്തെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ഇപ്പോഴാണ് നിരഞ്ജൻ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ വന്ന് ഒരു 10 മാസമായിട്ട് നിരഞ്ജൻ എവിടെയുണ്ട്. ആ സമയം മുതലാണ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് പാട്ടിൻ്റെ പരിപാടിയൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയത്. പാട്ടിൻ്റെ പരിപാടി ആഡ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് പാട്ടിൻ്റെ സംഭവങ്ങൾ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത് എനിക്ക് താളമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനങ്ങനെ ഭയങ്കര താളത്തിലൊന്നും പാടുന്ന ഒരാളൊന്നുമല്ല, ഒന്നും വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ താളം ഒന്നും അങ്ങനെ വെള്ളി അടിക്കുന്ന ഒരു പാട്ടുകാരനാണ്. ഈ വെള്ളി അടിക്കുന്ന ആയതുകൊണ്ടാണ് ആളുകൾക്ക് ഇഷ്ടമായത്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അവരും ഏകദേശം അതേ പിച്ചാണ്. ഇതെല്ലാവരും നിരഞ്ജനെ പോലെ പാട്ട് പാടാൻ അറിയുന്ന പാട്ടുകാരൊന്നും അല്ലല്ലോ. നമ്മൾ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്, ടോണിയെ പോലെ, എന്നെ പോലെ, റിജിലിനെ പോലെ, സച്ചുവേട്ടനെ പോലെ പാട്ട് പാടാൻ അറിയാത്തവർക്കും ജീവിക്കണം ഇവിടെ. ഇപ്പോൾ സച്ചുവേട്ടനൊക്കെയാണ് താളം അടിക്കാൻ പറഞ്ഞു. നമ്മൾ ഇവിടുന്ന് പാട്ട് പാടുന്നത് താളം അടിക്കാൻ പറഞ്ഞു. അപ്പോൾ 1 2 3 4 എന്ന് പറഞ്ഞപ്പോൾ സച്ചുവേട്ടൻ അപ്പം തന്നെ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് മാറി അടിക്കുന്ന സച്ചുവേട്ടൻ നമ്മൾ കണ്ടു. അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. നിങ്ങൾ എൻ്റെ പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സച്ചുവേട്ടൻ്റെ താളവും നിരഞ്ജൻ്റെ താളവും രണ്ടും 2 വഴിക്ക് പോകുന്നു. അത് രണ്ടും പിടിച്ച് ഒരു വഴിക്ക് കൊണ്ടുവന്ന് നിർത്താൻ വേണ്ടി ഞാൻ പെടുന്ന പാട്, കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്. ഇതിൻ്റെ ഇടയിൽ ക്യാമറ എടുത്തിട്ട് ടോണിയുടെ കയ്യിൽ കൊടുത്ത ടോണി ഇവിടെ എന്നെ ഷൂട്ട് ചെയ്യേണ്ട സമയത്ത് നിരഞ്ജൻ പാടുമ്പോൾ എന്നെ കാണിക്കും, ഞാൻ പാടുമ്പോൾ നിരഞ്ജനെ കാണിക്കും. ഇങ്ങനെ തിരിച്ചും മറിച്ച് ഷൂട്ട് ചെയ്യുന്ന ടോണി. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികൾക്കും ഇടയിൽ നിന്നിട്ടാണ് നമ്മളൊരു വീഡിയോ ഉണ്ടാക്കുന്നതും അത് ഇറക്കുന്നതും അത് കാണിക്കുന്നതും. നിങ്ങൾക്കത് മനസ്സിലാവാത്തതുണ്ട്, വലിയ പാടാണ്. മനസ്സിലായോ? അത് ഇപ്പം എന്തായാലും തൽക്കാലം ഞാൻ ഒരു ബ്രേക്ക് പോയിട്ട് തിരിച്ചു വരാം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. The man who's going to lead the show today. ഒരു പൊന്നാട അറിയിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. Hello dear friends, I am Manoj George. My best wishes to Hit Melody Dreams, presented by Nitham Consultancy. It's a fantastic and unique music show. Please don't miss it. And this is premiering for the first time in the UAE.
and be a part of this beautiful magic. Thank you. വെൽക്കം ബാക്ക്. അപ്പോൾ അങ്ങനെ കളിക്കളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ തീരുന്നതിന് മുമ്പ് പറയാം, അത്തം പത്തോണം എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 25-ാം തീയതി നെസ്റ്റോ മിയാമാളിൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ടാവുക. ആ പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ്. അത്തം പത്തോണം എന്നുള്ള പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 25, അതായത് ഈ മാസം 25-ാം തീയതി ഞായറാഴ്ച ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ആൻഡ് രണ്ടാമത്തെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതി നടക്കുന്നത് നരേഷ് അയ്യർ വരുന്ന പ്രോഗ്രാം ഓഗസ്റ്റ് 31-ാം തീയതി. അത് ഈ മാസം തന്നെയാണ്, അതായത് ഈ മാസത്തിന്റെ അവസാനം നടക്കുന്നു. നിതം കൺസൾട്ടൻസി ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നടക്കുന്നത്. അതിന്റെ മീഡിയ പാർട്ണറായിട്ട് UBL TV ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും മറക്കണ്ട, ഈ 2 പ്രോഗ്രാമുകളും ഈ മാസം തന്നെയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണുന്നവരേക്കും ടാറ്റ ബബായ് പറഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ക്യാമറ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സച്ചുവേട്ടൻ ആൻഡ് നമ്മുടെ PCRലിരിക്കുന്ന ടോണി ആൻഡ് റിജിൽ, അതുപോലെ തന്നെ അവരോരോ എണീറ്റ് നിന്നിട്ട് ഇങ്ങനെ ആക്കുന്നു. ആൻഡ് നമ്മളെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന, എപ്പോഴും പൊട്ടത്തെറ്റുകൾ പറയുന്ന, ഒരു പനി പോലും വരാത്ത നമ്മുടെ സ്വന്തം മൊട്ട നിരഞ്ജൻ എഴുന്നേറ്റില്ലല്ലോ, എഴുന്നേക്ക്. ഓക്കെ, നിരഞ്ജൻ. ആൻഡ് നമ്മുടെ എല്ലാം ഓവറോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം നിഷാദ് ഖാൻ ആൻഡ് അവർ ചെയർമാൻ ബിബി ജോൺ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ തൽക്കാലം വിട പറയുന്നു. എൻ്റെ പേര് സനീഷ് ചാക്യാർ. അപ്പോൾ പല പ്രോഗ്രാമിനടുത്തും ചാക്യാറായും അല്ലാതെയും മറ്റു പ്രോഗ്രാമായും അവതാരകനായും ഇതേപോലത്തെ ഗെയിം ഷോസുമായും പിന്നെ നമ്മൾ സീസൺ 2 കളിക്കളമായിട്ട് നമുക്ക് കണ്ടുമുട്ടുന്നവരേക്കും ഗുഡ് നൈറ്റ്.